ഹായ് ഓൾ, വെൽക്കം ടു ദി സെഷൻ. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ വി ഹാവ് ലേൺഡ് മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിൻ്റെ തിയറി നന്നായിട്ട് പഠിച്ചു, പ്രോബ്ലംസ് നമ്മൾ നന്നായിട്ട് ചെയ്തു. ഈ യൂണിറ്റിൽ വി ഹാവ് ടു ലേൺ ഇലക്ട്രിസിറ്റി. നിങ്ങൾക്കറിയാം, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും വളരെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ബ്രാഞ്ചസ് ആണ്. സോ മെനി തിയറീസ് ആർ സെയിം ഇൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതേപോലെ തന്നെ വേറൊരു യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. യു നോ ഇലക്ട്രിക് ഫീൽഡ്, സിമിലർലി വി ഹാവ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പൊ നമ്മുടെ ലൈറ്റ് വേവ്സ് ഒക്കെ അറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അറിയാം. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോമ്പിനേഷൻസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് തിയറിയും ഒക്കെ ചേർന്നാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ വി ഹാവ് ലേൺ മാഗ്നറ്റിസം. സോ ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഇലക്ട്രിസിറ്റി. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിസിറ്റി? നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഈ യൂണിറ്റിൽ കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ടിനും വോൾട്ടേജിനും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. കറണ്ട് വി ആർ ടേക്കിംഗ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മൾ ഡയറക്റ്റ് കറണ്ട് അല്ല എടുക്കുന്നത്, വി ആർ കൺസിഡറിങ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള തിയറിയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് യു നോ വാട്ട് ആർ ദീസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് രണ്ട് കറണ്ടാണ് ഉള്ളത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ട്. നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഡയറക്റ്റ് കറണ്ടാണ്, നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. നിങ്ങൾ സ്കൂൾ തലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റിംഗ് AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് ഒരു DC കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ച് അതിന്റെ കറണ്ടോ അതിന്റെ വോൾട്ടേജോ ചേഞ്ച് ചെയ്യുന്നില്ല. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ്, നിങ്ങളൊരു 5 വോൾട്ട് DC എടുത്താൽ ഓൾവേസ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. എപ്പോഴും അതെന്തായിരിക്കും 5 വോൾട്ട്. എല്ലാ സമയവും അതെന്തായിരിക്കും 5 വോൾട്ട് ആയിരിക്കും. അതുകൊണ്ട് യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇഫ് യു ടേക്ക് ടൈം അലോങ് X ആക്സിസ്, ഇൻ ദ Y ആക്സിസ് ഇഫ് യു ടേക്ക് കറണ്ട് ഓർ വോൾട്ടേജ്, കറണ്ടും എടുക്കാം വോൾട്ടേജും എടുക്കാം. പക്ഷെ എന്താണ് പ്രത്യേകത? ടൈമിനനുസരിച്ച് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. But here you can see in alternating current the magnitude as well as direction change with time. ടൈമിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറുന്നുണ്ട്. അപ്പോൾ സമയം അനുസരിച്ച്, അപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർമേച്ചർ കോയിലിന്റെ റൊട്ടേഷൻ ആണ്. ആർമേച്ചർ കോയിലിന്റെ റൊട്ടേഷൻ നമ്മൾ ഈ ടിയെയും ആംഗിളിനെയും കൂടെ റിപ്രസെന്റ് ചെയ്യുന്ന റിലേഷൻ ആണ് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. സോ ഇൻ ദി X ആക്സിസ് വി ആർ ടേക്കിംഗ് ദിസ് ഒമേഗ ടി. ഒമേഗ ടി ആണ് നമ്മൾ X ആക്സിൽ എടുക്കുന്നത്. അപ്പം സമയത്തിനനുസരിച്ച് നിങ്ങൾക്കറിയാം, ആ ഒരു ആർമേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേഷൻ അനുസരിച്ച് അതിന്റെ തീറ്റ വേരി ചെയ്യുന്നുണ്ട്. ആ തീറ്റ വേരിയേഷൻ ആണ് നമ്മൾ ആരെ കാണിക്കുന്നത്? X ആക്സിൽ. അപ്പൊ ആ തീറ്റ വേരിയേഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒമേഗയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോറി, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ വാട്ട് ഇസ് ഒമേഗ? ഒമേഗ ഇസ് ദി ആംഗുലർ ഫ്രീക്വൻസി അല്ലേ? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. സോ ടി സമയം കൊണ്ട് ആ ആർമേച്ചർ തീറ്റ റൊട്ടേഷൻ വരുത്തിയാൽ യൂണിറ്റ് സമയത്തിൽ കിട്ടുന്നതാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ ബൈ 10. സോ വാട്ട് ഇസ് തീറ്റ? ഒമേഗ ടി. അതുകൊണ്ടാണ് നമ്മൾ X ആക്സിൽ ഒമേഗ ടി എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് തീറ്റ. അതിന്റെ ആംഗുലർ പാർട്ടാണ്, ആർമേച്ചറിന്റെ ആംഗുലർ പാർട്ട്. സോ ഇറ്റ് ഹാസ് ദി ഡിപെൻഡൻസി വിത്ത് ടൈം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, തീറ്റ 0 ആകുമ്പോൾ കറണ്ട് ആയാലും വോൾട്ടേജ് ആയാലും എന്താണ്? 0 ആണ്. When theta becomes pi by 2, the current reaches to, or voltage reaches to maximum value. Again, when theta becomes pi, the value is 0. Again, when theta becomes 3 pi by 2, the voltage is maximum or current is maximum but in the reverse direction. നേരത്തെ pi by 2 ക്ക് എത്രയാണോ വന്നത് അതിന്റെ നേരെ റിവേഴ്സ് ഡയറക്ഷൻ മാക്സിമം ആയിരിക്കും 3 pi by 2. Again at 2 pi it is 0 and the wave continues like this. ഈ വേവ് എന്ത് ചെയ്തു? ഇതേപോലെ കണ്ടിന്യൂ ചെയ്തു. ഇതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, വോൾട്ടേജ് ആയാലും ശരി കറണ്ട് ആയാലും ശരി, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ, നിങ്ങൾക്കറിയാം, ഒരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ if you are taking V equal to 5 volt,
or this is the maximum voltage V0 which is the peak voltage. V equal to 50 volt. നിങ്ങൾ എന്ത് ചെയ്തു 5 വോൾട്ടിൽ ഒരു ഗ്രാഫ് ഒന്ന് വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിനെ ഞാൻ ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? Can I write V equal to 5 volt? ഓൾവേസ് നമുക്ക് 5 വോൾട്ട് ആണോ? അല്ല, നിങ്ങൾക്കറിയാം ഇതാണ് മാക്സിമം വോൾട്ട് എന്ന് പറഞ്ഞാൽ, അതായത് പീക്ക് വരുന്ന, നമ്മളൊരു വേവ് വരയ്ക്കുമ്പോൾ അതിന്റെ ക്രസ്റ്റ്, ആ ഒരു പീക്ക് വോൾട്ടേജ് ആണ് നമ്മൾ മാക്സിമം ആയിട്ട് പറയുന്നത്. അപ്പം ഇതാണ് അതിന്റെ 5 വോൾട്ട് എന്ന് പറയുന്നത്, പീക്ക് വോൾട്ടേജ്. ഇതിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഒരു എക്സ്പ്രഷൻ, ഒരു എ സി വേവിന്റെ വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമുക്ക് പീക്ക് വോൾട്ടേജിന്റെ കൂടെ ഇതിന്റെ ആംഗുലാർ ഡിപ്പെൻഡൻസി, എന്തുകൊണ്ട് അവൻ ഈ ഷേപ്പ് വന്നു, ആ ഡിപ്പെൻഡൻസിയും കൂടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാക്ടറും കൂടെ ചേർക്കണം. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, ഈ എ സി വേവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അവർ സൈൻ വേവ് അല്ലേ? സൈൻ വേവ് അല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്നത്? സൈൻ 0 0, സൈൻ π/2 മാക്സിമം it is 1, sin pi again it is 0, sin 3π/2 minus 1, again sin 2pi again it is 0. So this is nothing but what? This is nothing but this sine wave. So if you multiply this maximum voltage with sine component, or if you multiply this one with sin omega t, you will get a wave like this. അപ്പം ഈ സൈൻ ഒമേഗ ടി ആയിരുന്നു അവന്റെ ഈ ഡയറക്ഷൻ ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നത്. മാഗ്നിറ്റ്യൂഡിന് വന്ന വ്യത്യാസവും ഡയറക്ഷന്റെ വന്ന വ്യത്യാസവും കൊണ്ടുവന്നത് ആര് പാർട്ടാണ്? ഈ സൈൻ പാർട്ടാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഈ രീതിയിൽ എഴുതാം, വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വാട്ട് ഇസ് വി എം? വി എം ഇസ് ദി മാക്സിമം വോൾട്ടേജ്. അപ്പൊ നിങ്ങൾ നോക്കേ, if omega t equal to 0, it is v equal to, what is sin 0? 0. So 5 into 0, 0. So 0 here. What is the value of v when omega t equal to pi/2? You know what is sin pi/2? Sin pi/2 is 1. So it is 5 into 1. So maximum. അപ്പം ഇതിലുള്ള ഏത് വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ മാക്സിമം വോൾട്ടേജിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ സൈൻ ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര കിട്ടി? ലെറ്റ് ഇറ്റ് ബി 45 ഡിഗ്രി. ഇപ്പോൾ 45 ഡിഗ്രി ആണ് ഇതെങ്കിൽ, വിച്ച് ഈസ് ദി π/4 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? You have to find out what is sin π/4 and then multiply it with 5. You will get this value. So in this way you can draw an alternating current. So the general expression for the alternating current is V equal to Vm sin omega t, which is voltage, or you can say in the expression I current, it is I equal to Im sin omega t. ഇതാണ് നമ്മുടെ ഒരു എ സി വേവിന്റെ ജനറൽ എക്സ്പ്രഷൻ. നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ടത് എങ്ങനെ ഈ എക്സ്പ്രഷൻ കിട്ടി, വോൾട്ടേജിനും കറണ്ടിനും എങ്ങനെ. ഇത് നമ്മളുടെ ഒരു സൈൻ വേവ് ആണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു. നിങ്ങൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? ആർമേച്ചർ ഒരു ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ EMF, ആ ഒരു EMFന്റെ വരുന്ന ആ ഫ്ലക്സ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ വേവ് ഇവിടെ കിട്ടുന്നത്. അതെങ്ങനെ എന്നതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. We have to write what is the general expression for V and I in this form. This is the next theory, which is the EMF induced in a coil rotating in a magnetic field. Okay. അപ്പം ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. You know, as per Faraday's law, when magnetic flux changes and EMF is induced there, നിങ്ങളുടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഓവർ ഉണ്ടായാൽ ഒരു EMF ഉണ്ടാകും, and it is given by E equal to minus d∅/dt, and which is called induced EMF. നമ്മൾ ഇവിടെ ചെയ്യുന്നതും അത് തന്നെയാണ്. We have a magnetic field. നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. So you can see the direction of the magnetic field is in this direction from left to right. You can see here. And if you take a coil and if you rotate the coil inside that field, ഈ കോയിലിനകത്ത് if you rotate this field, so this is a rectangular coil. If you rotate the coil inside this magnetic field, what happens? As it rotates, ഇവൻ എന്ത് ചെയ്യും? ഈ ഫ്ലക്സ് ലൈനിനെ ബ്രേക്ക് ചെയ്യും. ഓരോ സമയത്തും ഈ ഫ്ലക്സ് ലൈൻ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്ന സമയം അവിടെ എന്തുണ്ടാകും? EMF ഉണ്ടാകും. കാരണം ഫ്ലക്സ് ലൈൻസിന് ഒരു ചേഞ്ച് ഉണ്ടായാൽ EMF അവിടെ എന്ത് ചെയ്യണം? ഇൻഡ്യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് പോകുന്നത്. അവിടെ നമ്മളൊരു റെക്ടാങ്കുലർ കോയിൽ അവിടെ വെച്ചിട്ടുണ്ട്. സോ റെക്ടാങ്കുലർ കോയിൽ ഇതിനിടയിൽ എന്ത് ചെയ്യാണ്? കറങ്ങുകയാണ്. ആ റെക്ടാങ്കുലർ കോയിൽ ഇതിനിടയിൽ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും?
ഈ ഫ്ലക്സ് ലൈൻസിന് ബ്രേക്ക് വരികയും അവിടെ എന്തുണ്ടാകുകയും ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുകയും ചെയ്യും. സോ ദിസ് ഇസ് ദ തിയറി. In this way, alternating current is generated. So we are taking a coil, a rectangular coil, and we are now going to discuss how an EMF is induced in a coil when it rotates in a magnetic field. ഈ പടം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് AC ജനറേറ്റർ. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് എ റെക്ടാങ്കുലർ കോയിൽ. റെക്ടാങ്കുലർ കോയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കോയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ആംഗിൾ ടിൽറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോയിലാണ്. ഇതിന്റെ അകത്ത് ഒരു ആംഗിൾ ടിൽറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോയിൽ, അതുകൊണ്ടാണ് അവിടെ ഒരു ടിൽറ്റ് കാണുന്നത്. അപ്പൊ കോയിൽ ഇങ്ങനെ നിൽക്കാം. അറ്റ് എനി ഇൻസ്റ്റന്റ് ഇറ്റ് ക്യാൻ ടേക്ക് ദിസ് ഓറിയന്റേഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ്, അല്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് നിൽക്കുന്ന കോയിലാണ്. സോ വി ആർ കൺസിഡറിങ് എ റെക്ടാങ്കുലർ കോയിൽ. ആ കോയിലിന്റെ അകത്ത് എന്തുണ്ട്? വിത്ത് ഹാവിംഗ് n ടേൺസ്. കോയിലിന് എത്ര ഉണ്ട്? ക്യാപിറ്റൽ N ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. And its length is A and breadth is B, so that the area of the coil is AB, and it is rotating in an uniform magnetic field with angular velocity omega. So this is the direction of, or this is the axis of rotation of the field. ഞാൻ ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നതാണ് ആ കോയിലിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. So we are considering a rectangular coil of n turns of length small a, breadth small b, rotating with uniform angular velocity omega about its axis in an uniform magnetic field of stress capital B. ഇത്രയും മനസ്സിലായല്ലോ? അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, so if this is a coil, axis of rotation എന്താണ്? ഇതാണ്. ഇതിന്റെ സെൻട്രൽ കൂടി പോകുന്ന ഒരു ലൈൻ, ഇതാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ if the plane of the coil is in this fashion, plane of the coil ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? plane of the coil ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ which means the axis of rotation is at right angles to the field. മനസ്സിലായോ? പ്ലെയിന് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്തായിരിക്കും? ആക്സിസ് ഓഫ് റൊട്ടേഷൻ റൈറ്റ് ആംഗിൾസ് ടു ദി ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് അവിടെ എന്തുണ്ടാകും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ആംഗിൾ തീറ്റ. ക്ലിയർ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, സപ്പോസ് ദിസ് ഇസ് ദ ഓറിയന്റേഷൻ ഓഫ് ദ കോയിൽ. ഇങ്ങനെയാണോ കോയിൽ ഇരുന്നെന്ന് വിചാരിക്കാം. സോ യു ക്യാൻ കൺസിഡർ എ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ, അല്ലേ? ആ കോയിലിന് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഒരു നോർമൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ, സോ ദാറ്റ് യു ക്യാൻ കൺസിഡർ എ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. ഈ ഡയറക്ഷനിലായിരിക്കും നോർമൽ നിൽക്കുന്നത്. സോ ഇഫ് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് ഇൻ ദിസ് ഫാഷൻ, can you say what is the direction between the normal to the plane of the coil and the magnetic field? Magnetic field എങ്ങനെ പോകുന്നു? ഈ രീതി, അല്ലേ? ഈ രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. നോർമൽ ഈ രീതിയിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ നോർമൽ ഈസ് what? 90 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പൊ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയും നോർമലിന്റെയും ഡയറക്ഷൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. If the plane of the coil is in this fashion, ഇങ്ങനെയാണ് ആ plane of the coil നിന്നത്, അതായത് ഇതിന്റെ നടുക്ക് ഇങ്ങനെ നിന്നു. So this is the direction of the magnetic field and also this is the direction of the normal. So what is the angle between the magnetic field and the normal? It is 0. പിടികിട്ടിയല്ലോ? അപ്പോൾ ഞാൻ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ I am considering at an instant when the plane of the coil or the normal to the plane of the coil makes an angle theta with the direction of the magnetic field. So at an instant I am considering that this is the position of the coil. Okay, you can see this is the position of the coil at this instant, and this is the direction of the magnetic field. Magnetic field direction അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് അവൻ നിൽക്കുന്നത്. ഒരു ആംഗിൾ അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. കോയിലിന്റെ നോർമൽ ഈ രീതിയിലാണ്. സോ ദാറ്റ് യു ക്യാൻ സീ ആൻ ആംഗിൾ തീറ്റ there. So this is the normal to the plane of the coil. So this is the normal to the plane of the coil and this is the magnetic field and this is the magnetic field. കാരണം മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അകത്ത് ഇവൻ കറങ്ങുന്നു എന്ന് മാത്രം. അപ്പൊ മറ്റേ ഇൻസ്റ്റന്റ് let the normal to the plane of the coil makes an angle
theta with the direction of the magnetic field. So these are position of the coil. Okay, അപ്പം ഞാൻ എടുക്കുന്നത് ഈ പൊസിഷനോ ആയിട്ടുള്ള ഒരു ജനറൽ കേസ് അല്ല. ഐ ആം കൺസിഡറിംഗ് എ ജനറൽ കേസ് ഇൻ വിച്ച് the coil makes an angle theta with the direction of the magnetic field. Okay, so next we have to find out what is the expression of phi. So you know the flux is nothing but the field lines passing through area, unit area. അല്ലേ? അപ്പം ഏരിയയിൽ കൂടി ആ കോയിലിന്റെ ഏരിയയിൽ കൂടി എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തു, and it will give the expression for magnetic flux. So you know the relation. If the area, if the length is A and the breadth is B, and if N is the number of turns of the coil, the flux linked with the coil is phi is nothing but N into AB. Phi equal to N into AB ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഇരിക്കുന്ന സമയം if it is, അതായത് മാഗ്നറ്റിക് ഫീൽഡും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ നിൽക്കുന്നതെങ്കിൽ, വളരെ എക്സാക്റ്റ് ആണ് നിൽക്കുന്നതെങ്കിൽ, യു ക്യാൻ സേ ദ എക്സ്പ്രഷൻ ഈസ് NAB. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലെയിൻ ഓഫ് ദ കോയിൽ എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് ആംഗിൾ അല്ല, ഇറ്റ് ഈസ് ടിൽറ്റഡ് എ ലിറ്റിൽ ബിറ്റ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയയുടെ കമ്പോണന്റ് എടുക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ഡയറക്ഷൻ, എത്രമാത്രം ഏരിയ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡിൽ വരുന്നു അത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ here this field in this direction and the normal makes an angle theta. So what is the component in the direction of the magnetic field? It is nothing but cosine. Cos theta component വേണം നമ്മൾ അവിടെ എടുക്കാൻ. കാരണം ഇങ്ങനെ നിന്നാൽ you can say it is NAB, right? ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NAB എന്ന് എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ it is given by phi equal to N into B into that part of the area in the direction of the magnetic field, and it is given by cos component. It is cos omega t. മനസ്സിലായെന്ന് കരുതുന്നു. എന്തുകൊണ്ട് നമ്മൾ അവിടെ cos omega t കൊടുത്തത്? കാരണം കോയിൽ ടിൽറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് in the direction of the magnetic field ഉള്ള ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. അത് എത്രയെന്ന് നോക്കാൻ you have to take the cosine part. അപ്പോൾ you have to multiply it with cos omega t. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഈ cos omega t, the plane of the coil is at right angles. The plane of the coil is right angles to the magnetic field. You know what is the direction between the normal and the magnetic field? Sorry, what is the angle between the normal and the magnetic field? It is 0. അങ്ങനെയാണെങ്കിൽ omega t is 0, so that cos 0 is 1. You will get the maximum flux, phi equal to NBA, right? So the magnetic flux linked with n turn of the coil is given by the expression phi equal to NBA cos omega t. And you know, as the coil rotates, the flux linked with the coil changes and an EMF is induced. You know, when the flux linked with the coil changes and EMF is induced, so we got the expression phi where N is, capital N is the number of turns of the coil, and B is the magnetic field, and A is the area, and we know small a is the length and small b is the breadth. So that you will get what is the area of the coil. So how do you find out what is the EMF? Induced EMF or instantaneous EMF induced in the coil, and it is given by E equal to nothing but minus d phi by dt. Minus d phi by dt. So we have the expression for phi. If you know the area and if you know the magnetic field, we know what is the flux, total flux there, but we have to consider the flux in the direction of the magnetic field. So we multiply the same with cos omega t. So if you want to know what is the induced EMF, E equal to minus d phi by dt. So that minus d by dt of NBA cos omega t, what is that? It is minus NBA. What is the derivative of cos omega t? Minus omega sin omega t. So it is minus NBA minus sin omega t. So the answer is plus. So this is the expression of EMF. NBA omega sin omega t. This is the expression for the induced EMF. And you know, and you will take this induced EMF or you will take this current across this R and you will get a voltage drop there. In this way, that how that AC generator works, and these are the slip rings. And the slip rings are, so in this way we are getting the current.
ആ ആർമേച്ചർ കോയിൽ ഫ്ലക്സിന്റെ ഇടയിൽ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് വി ആർ ഗെറ്റിംഗ് ദി current maximum, current minimum, etc. So and this is the expression for EMF. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ എഴുതി. അത് നമ്മൾ ഒരു കോയിൽ കൺസിഡർ ചെയ്തു. Let capital A be the area and B be the magnetic field and capital N be the total number of turns. So this is the expression for phi. For calculating E, it is minus d phi by dt and we got the expression. ഈ NBA ഒമേഗയാണ് നമ്മൾ taking this one as EM, maximum voltage, EM. So the general expression for E is E equal to what? EM sin omega t. EM sin omega t. Where EM, which is NBA omega, is called the peak value of EM. ഈ NBA ഒമേഗയ്ക്കാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് peak value of EM. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? You can draw a figure by substituting omega t equal to 0, omega t equal to pi by 2, etc. Just fine. So you know what happens to E when omega t equal to 0? When omega t equal to 0, what is that? It is sin omega t, sin 0, it is 0, so that E equal to 0. So when omega t equal to pi by 2, it is sin pi by 2. What is the value of sin pi by 2? It is 1, so that you will get E equal to EM. And when omega t equal to pi, again sin pi is equal to 0, again E equal to 0. When omega t equal to 3 pi by 2, what is sin 3 pi by 2? It is minus 1. So that you will get E equal to minus EM. So in this way, you are getting the alternating current in a sinusoidal way. അതുകൊണ്ടാണ് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തിൽ വരുന്നത്? ഒരു സൈനുസോയിഡൽ വേവിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ബ്രേക്കിനനുസരിച്ചാണ് അവിടെ എന്ത് വരുന്നത്? വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. ദിസ് ബേസ്ഡ് ഓൺ ദിസ് എക്സ്പ്രഷൻ. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കലായിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും ഇത് ഫ്ലക്സ് കട്ടാവുന്നത്? when the plane of the coil is perpendicular to the magnetic field. അവിടെ കട്ട് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. ഇത് കട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സമയം വരുമ്പോൾ, യു ക്യാൻ സീ ദിസ് ഫോം, ഈ ഒരു സമയം വരുമ്പോൾ യു ക്യാൻ സീ ദ മാഗ്നറ്റിക് ഫ്ലക്സ്, ദ സർഫസ് ഓഫ് ദ കോയിൽ കട്ട്സ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, റൈറ്റ്? ഈ ഒരു സമയത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. സോ വെൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് parallel to the magnetic field lines or the normal to the plane of the coil is perpendicular to the magnetic field lines. ആ സമയത്താണ് ഫ്ലക്സ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വെൻ ഒമേഗ ടി ഈക്വൽ ടു പൈ ബൈ 2, ഒമേഗ ടി എന്താകുമ്പോഴാണ്? പൈ ബൈ 2. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ നോർമലും ആ ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. സോ ഇൻ ദിസ് പൊസിഷൻ ദാറ്റ് ഒമേഗ ടി ഈസ് 90 ഡിഗ്രി. അതുകൊണ്ടാണ് നമുക്ക് 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നത്? ഫ്ലക്സിന്റെ മാക്സിമം കട്ട് അവിടെ നടക്കും. ഓക്കെ, സോ വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ എത്രയും കുറഞ്ഞു വരും. അതുകൊണ്ട് യു ക്യാൻ സീ അറ്റ് ഒമേഗ ടി ഈക്വൽ ടു പൈ ബൈ 2 മാക്സിമം EMF ഇൻഡ്യൂസ്ഡ്. സോ അഗൈൻ അറ്റ് 3 പൈ ബൈ 2 ഇത് കട്ട് ചെയ്ത് ഈ സൈഡിൽ വരുമ്പോൾ നേരത്തെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് റിവേഴ്സ് ഡയറക്ഷനാണ് കട്ട് ചെയ്യുന്നത്. സോ നേരത്തെ എത്രയാണ് EMF ഉണ്ടായത്? അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് EMF ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ. അതുകൊണ്ടാണ് 3 പൈ ബൈ 2 എന്ത് വരുന്നത്? റിവേഴ്സ് ഡയറക്ഷൻ വരുന്നത്. സോ ഇൻ ദിസ് വേ യു ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ ദിസ് EMF is induced when the coil rotates. സോ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടി പൈ ബൈ 2 വരുമ്പോൾ ഒരു കട്ട് വരും. അതേപോലെ ഒമേഗ ടി 3 പൈ ബൈ 2 വരുമ്പോഴും ഒരു കട്ട് വരും. So in this way how an alternating current or alternating EMF is generated. If you draw a graph E or I against this omega t, you will get this form, and this is the maximum value, which is the peak value of the alternating current, EM. This is the peak value, and if you take EMF E or I and you take omega t in the x-axis, you will get a graph like this. So this is the expression for E equal to EM sin omega t, and similarly you know the expression for current is IM sin omega t. Similarly you will get the expression for the current also. So this is the explanation of how an EMF is induced in a coil when the coil rotates in a magnetic field. മനസ്സിലായി എന്ന് കരുതുന്നു. Hope you understand. Thank you.